കേരളത്തിൻ്റെ ഇലക്ഷൻ റിസൾട്ട് കണ്ടിട്ട് കോരിത്തരിച്ച് അന്തം വിട്ടിരുന്ന് പോവാന്നൊക്കെ പറയുന്ന ഒരവസ്ഥയില്ലേ, ആ ഒരു അവസ്ഥയിലാണ്. എന്തൊരവസ്ഥയാണത്! എല്ലാ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് അഭൂതപൂർവമായ എന്താ ഇത് സുനാമി എന്ന് പറയേണ്ടത്, അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും വീടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. 99 സീറ്റ് ഉണ്ടായിരുന്ന ഇടതുപക്ഷം ഭരണപക്ഷം കേവലം 35 സീറ്റിൻ്റെ അടുത്തേക്ക് താന്നുപോയി. അല്ലെങ്കിൽ 34 33 ആയാലും ഫൈനൽ റിസൾട്ട് വരുമ്പോൾ അത്ഭുതപ്പെടാനില്ല. BJP പോലും 3 സീറ്റ് അവരുടെ പൂട്ടിപ്പോയ നിയമടക്കം കഴക്കൂട്ടവും കൊല്ലത്തു നിന്നുള്ള ചാത്തന്നൂരും പിടിച്ചടക്കിക്കൊണ്ട് അവർ അത്ഭുതം സൃഷ്ടിക്കും കൂടെ ചെയ്ത വഴിക്ക് ഇത് ഒരു തരത്തിലുള്ള ന്യൂനപക്ഷ കൺസോളിഡേഷൻ മാത്രമൊന്നുമല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ഇടതുപക്ഷത്തെ അണികളടക്കം അവർക്ക് നല്ല പ്രഹരം കൊടുത്തു എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷത്തു നിന്നടക്കം ഒരു ഏകീകരണം ഉണ്ടായി അതേ കക്ഷിക്കെതിരെ തിരിഞ്ഞതിൻ്റെ ഒരു ഫലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലല്ലോ. 99 സീറ്റ് ഉണ്ടായിരുന്നു 33 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1/3 കുറയാന്നൊക്കെ പറയുന്നത് എന്തൊരവസ്ഥയാണെന്നാണ് പറയുന്നത്. വികസനത്തിൻ്റെ വലിയ മാതൃക കാണിച്ചു എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഇതുവരെ നടത്താത്ത വികസനം നടത്തി എന്ന് പറയുന്ന ഒരു ഭരണകക്ഷിയെ ഈ വിധത്തിൽ ഒരു മൂലക്കിരുത്താൻ, ഈ തോൽവിയുടെ കാരണം എന്താണെന്നൊന്ന് ആലോചിക്കാൻ വേണ്ടി എഴുന്നേറ്റിരിക്കാനുള്ള ഒരു കഴിവെങ്കിലും വേണ്ടേ? ഇപ്പോൾ ഗോവിന്ദൻ മാഷും ഇടതുപക്ഷവും അല്ലെങ്കിൽ CPM-ഉം പോളിറ്റ് ബ്യൂറോ ഒക്കെ കൂടിയിട്ട് എന്തിരുന്നാലോചിക്കാനാണ്, എന്ത് കണക്ക് അവലോകനം ചെയ്യാനാണ്? ഒരു 50-ലധികം സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ഒരു 10-25 അല്ലെങ്കിൽ 30 സീറ്റുകളും കൂടെ കിട്ടാതെ പോയതെന്ന് ആലോചിക്കാം. ഇതൊന്നും ആലോചിക്കാനില്ല. വെറുതെ അവർക്ക് ഇരിക്കാം, മീറ്റിംഗ് വിളിക്കാം, എന്നിട്ട് മുഖത്തോട് മുഖം നോക്കിയിരുന്നിട്ട് ഈ കാരണം എന്താണെന്ന് ആലോചിക്കാം. ഒന്നുമല്ല, അവനവൻ്റെ കാൽച്ചുവട്ടിൽ മണ്ണ് ഒലിച്ചു പോകുന്നത്. അവർക്ക് പലരും സിഗ്നൽ കൊടുത്തിട്ടും പല വിധത്തിലുള്ള സിഗ്നലും കഴിഞ്ഞൊരു 3-4 വർഷമായി കൊടുത്തിട്ടും ഇവരുടെ ചെവിയിൽ വീണില്ല എന്നുള്ളതാണ്. ധിക്കാരപരമായ പെരുമാറ്റമായിരുന്നു അവരുടെ ഒരുവിധ നേതാക്കളെല്ലാം ഈ ജനങ്ങളോട് കാണിച്ചിരുന്നത്. അവർ കൊടുത്ത ആനുകൂല്യങ്ങളൊക്കെ അവർ വാങ്ങിയിട്ടുണ്ടാവും, ജനങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും. കുടിശ്ശിക, പെൻഷൻ കുടിശ്ശിക ഒന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. വികസനങ്ങൾ നടത്തിയിട്ടുണ്ടാവും, പാലം കൊണ്ടുവന്നിട്ടുണ്ടാവും, റോഡ് കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇതൊക്കെ ശരി തന്നെ. അതൊന്നും അല്ലെങ്കിൽ തന്നെ സാധാരണ മനുഷ്യരോട് ഇടപഴകുക അല്ലെങ്കിൽ പെരുമാറുക, ആ രീതിയിൽ വലിയ ഒരു മാറ്റം ഈ പാർട്ടിക്കും അതിൻ്റെ നേതാക്കൾക്കും വന്നിരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. എന്തിന് ഈ ഇലക്ഷൻ പ്രചരണ കാലഘട്ടത്തിൽ പോലും ഇതിൻ്റെ പ്രമുഖനായ നേതാവായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുടെ തന്നെ ഒരു മീറ്റിങ്ങിൽ ഏതോ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് ഒരു സംശയം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതങ്ങ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, ചോദിച്ചാൽ മതി എന്ന് പറയണമെങ്കിൽ അതെന്തുമാത്രം ധിക്കാരപരമായ ഒരു ആറ്റിറ്റ്യൂഡാണ് തൻ്റെ നാട്ടിലെ ഒരു വോട്ടറോട് പറയുന്നത്, തൻ്റെ പാർട്ടിയുടെ ഒരു അണിയോട് തന്നെ പറയുന്നത് എങ്കിൽ ഇവരെന്തായിരിക്കും എന്നുള്ളത് ജനം ചിന്തിച്ചു കാണും. ഇവരെ ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ളത് ഇവർ കരുതി കാണും, ഇവിടുത്തെ വോട്ടർമാർ കരുതി കാണും. അതാണ് പിണറായി വിജയൻ പോലും 6-7 റൗണ്ട് കഴിയുന്നതിന് വരെ പുറകിലായി പോയത്. കണ്ണൂര് അവരുടെ കൊട്ടത്തളങ്ങളെല്ലാം തന്നെ കടപഴകിക്കൊണ്ട് കണ്ണൂർ നോക്കിക്കോളൂ, കോഴിക്കോട് നോക്കിക്കോളൂ, പാലക്കാട് പോലും നോക്കിക്കോളൂ, തൃശ്ശൂർ ഒഴികെയുള്ള സകല മേഖലയിലും ഈ പാർട്ടിയിലെ അണികൾ തന്നെ ഇവരെ കാലുവാരി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതാണ് സുധാകരൻ പോലും അവിടെ ജയിക്കുന്നത്. എന്തിന്? കണ്ണൂരിലെ പയ്യന്നൂര്, ഈ തളിപ്പറമ്പ്, ഇനി എവിടെ വേണം, എവിടെയും പറയേണ്ട കാര്യമില്ല. അത്രമാത്രം നാറാണത്ത് കല്ല് പിടിക്കുന്ന വിധത്തിൽ ഈ പാർട്ടിക്ക് ഇനി ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണോ എന്ന് സംശയിക്കുന്ന വിധം CPM-ഉം ഇടതുപക്ഷവും തകർന്നു പോയിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മറുവശത്ത് അവിടെ ഇരിക്കട്ടെ, അവരെങ്ങനെ ഭരിക്കും, അവരുടെ മുന്നിലെ വെല്ലുവിളി എന്താണ്, അവരുടെ മുഖ്യമന്ത്രി കസേരകൾക്ക് ഇനിയുള്ള അടി എന്തായിരിക്കും, അതൊക്കെ കാണാൻ പോണ പൂരാണ്. അത് നമുക്ക് അനുഭവിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ വിധി എന്താണെന്ന് വെച്ചാൽ മലയാളി ഏറ്റെടുത്തേ പറ്റൂ. പക്ഷേ ഇവർക്ക് സംഭവിച്ചത് എന്താണ്? ഞങ്ങൾ മഹാകേമന്മാരാണ്, ബദൽ ഭരണമാണ്, ബദൽ വികസന രേഖയാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഈ ജനം വിശ്വസിച്ചില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമുണ്ട്. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാനോ അത് അഡ്രസ്സ് ചെയ്യാനോ അതിനൊരു മറുപടി കൊടുക്കാനോ ഈ സർക്കാരിന് പലപ്പോഴും കഴിഞ്ഞില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. പല നേതാക്കളും ധിക്കാരത്തോടു കൂടെയായിരുന്നു ജനങ്ങളോട് പെരുമാറിയിരുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ തലവൻ തന്നെ അങ്ങനെ ആയിരുന്നു എങ്കിൽ അദ്ദേഹം വലിയ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ വലിയ തോതിലുള്ള വികസന കാഴ്ചപ്പാട് വെച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കേരളത്തിനെ ഒരു പ്രതിസന്ധി എന്ന് ഇപ്പോൾ കരകയറ്റിയിട്ടുള്ള വലിയ പരിചയവും അല്ലെങ്കിൽ അതിവിദഗ്ധതയും കാണിച്ചിരിക്കാം. പക്ഷെ അതൊന്നുമല്ല മലയാളിക്ക് വേണ്ടത്. ഇവിടെ ജീവിക്കാനുള്ള വളരെ പക്വമായ മനുഷ്യനെ മനുഷ്യനായി കാണാനും മതസ്പർദ്ധയില്ലാതെ ജീവിക്കാനും
ഒക്കെ സ്നേഹത്തോടുകൂടി ഈ നേതാക്കൾ പെരുമാറാൻ കഴിയുന്നതും കൂടിയുള്ള ഒരു സംവിധാനമാണ്. അതിനി ജയിച്ചു വരുന്നവർക്ക് അതിന് സാധിക്കുമോ എന്നൊക്കെ ഒരു സംശയം തന്നെയാണ്. കാരണം ഒട്ടും നമുക്ക് പാസ്റ്റ് ഹിസ്റ്ററിയൊക്കെ എടുത്താൽ ഒട്ടും തന്നെ ആശാവഹമല്ലതാനും. ഒരു കാര്യം പറയാം, തിരുത്താൻ മാത്രമേ ഇനി അവർ റെഡിയാകൊണ്ടുള്ളൂ. ഈ വോട്ടൊക്കെ എണ്ണിക്കൊണ്ടോ അല്ലെങ്കിൽ ബൂത്ത് തലത്തിൽ കണക്കെടുത്തുകൊണ്ടൊന്നും ഇതിനൊരു പരിഹാരമാവില്ല. ഒറ്റ പരിഹാരം മാത്രമേ ഇതിനുള്ളൂ. സാധാരണ ജനങ്ങളുമായിട്ട് നല്ല തോതിൽ ഇടപഴകുക, ക്ലാരിറ്റി വരുത്തുക, മനുഷ്യനായി കാണാനും അവൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് കേൾക്കാനും എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഒരു മനുഷ്യൻ ഒരു സംശയം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ സംശയം ഇത് പൊതുയോഗമല്ലേ, നിങ്ങൾ എഴുതി തരുമോ, അല്ലെങ്കിൽ നമുക്കിത് എല്ലാവരും ഇതുപോലെ ചോദിച്ചാൽ എങ്ങനെ അതിന് മറുപടി പറയാനാണ്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാമെന്നോ അല്ലെങ്കിൽ അവിടെ ഇരിക്കൂ, ശാന്തമായിരിക്കൂ, ഈ മീറ്റിംഗ് കഴിയട്ടെ എന്നൊക്കെ മനോഹരമായി പറയാൻ കഴിയുന്നതല്ലേ. അതിനെയാണ് അദ്ദേഹം വെറുപ്പിൻ്റെ ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുകയും അത് ഈ കേരളം മുഴുവൻ അത് മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്തപ്പോൾ അതിന് പ്രതികാരം വീട്ടിയത് കൂടിയാവാം. അൻവറിനെ നമുക്ക് പലവിധത്തിലും കുറ്റം പറയാം എങ്കിലും ഈ പിണറായിസത്തിനേറ്റ ഒരു തിരിച്ചടിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം ഒരുപാട് സംഭാവനകൾ കേരളത്തിന് നൽകിയിട്ടുണ്ട്, അതൊന്നും തർക്കമുള്ള വിഷയമല്ല. പക്ഷെ അതെല്ലാം അദ്ദേഹം തന്നെ കളഞ്ഞു കുളിച്ചതാണ് ഈ ഇതിൽ കണ്ടത്. ഇപ്പം അദ്ദേഹത്തെ കൂടാതെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ഒരു പക്ഷെ നേരിട്ടിരുന്നെങ്കിൽ, ഈ ശൈലജ ടീച്ചറെയൊക്കെ വെച്ചുകൊണ്ടോ മുന്നോട്ട് വെച്ചുകൊണ്ട് നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്ര ദയനീയമായ ഒരു പരാജയമെങ്കിലും ഇല്ലാതിരുന്നു എന്ന് വേണം നമുക്ക് കാണാൻ. ഒരുപക്ഷെ ഇത് പ്രേക്ഷകർ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. തീർച്ചയായും ഇനി വിഷയങ്ങളുടെ ഒരു ഒഴുക്കായിരിക്കും. കാരണം ഇനി മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടി നടക്കും. കാരണം ഒരുപാട് പേരാണ് ജയിച്ചു വന്നിരിക്കുന്നത്, എല്ലാവരും അർഹനാണ്. അപ്പം മന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടി ഉണ്ടാവും, പൂരിഞ്ഞടി ഉണ്ടാവും, ബോർഡ് സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള അടി ഉണ്ടാവും എന്ന് മാത്രമല്ല അവരുടെ വാഗ്ദാനങ്ങളുടെ പെരുമഴയുണ്ട്. അതൊന്നും ഈ കൊച്ചു കേരളത്തിൽ എങ്ങനെ നടപ്പിലാക്കും എന്നൊക്കെ കണ്ടറിയണം. അത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ. കാരണം ഇത്തരത്തിലൊരു വിധി കൊടുത്തത് നമ്മളാണല്ലോ. അതുകൊണ്ട് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണാം.